നമ്മൾ നോർമലി ഒരു ഗെയിം എഞ്ചിനിൽ ഒരു ക്യാരക്ടറിനൊക്കെ അനിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അനിമേഷനും മൂവ്മെൻറ്റും വേറെ വേറെ ആയിട്ടാണ്. അതായത് ഒരു മൂവ്മെൻറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാവും, പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഒരു അനിമേഷനും വെച്ച് കൊടുക്കും. പക്ഷേ അതേ സമയത്ത് വേറെയും കുറേ ആൾട്ടർ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അതേ സമയത്ത് വേറൊരു ആൾട്ടർനേറ്റീവാണ് ഈ റൂട്ട് മോഷൻ എന്ന് പറയുന്നത്. റൂട്ട് മോഷൻ എന്ന് വെച്ചാൽ ഈ അനിമേഷനൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റും ഈ അനിമേഷനിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു അനിമേഷൻ എന്ന് പറഞ്ഞാൽ കുറേ വാല്യൂസാണ്. അതായത് ഓരോ സെക്കൻഡിൽ നമ്മുടെ ഓരോ ഭാഗം. ഇപ്പോൾ ഈ വാക്കിംഗ് അനിമേഷൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ഫ്രെയിമിലും ഈ ഓരോ ഈ ആളുടെ ശരീരത്തിലത്തെ ഓരോ ബോണും എവിടെ ആയിരിക്കണം എന്നുള്ള ഒരു ഡാറ്റയാണ് അനിമേഷൻ. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. വിഷ്വൽ ക്യാരക്ടർ ആനിമേഷൻ റൺ ആനിമേഷൻ. ഇത് കണ്ടോ, ഇത് ഈ ക്യാരക്ടറിൻ്റെ ഓരോ ബോണാണ്. അതിൻ്റെ ഓരോ ഫ്രെയിമിലും അതിൻ്റെ ഓരോ പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരും. അപ്പോഴാണ് നമുക്കൊരു അനിമേഷൻ പോലെ കാണാൻ പറ്റുന്നത് ഈ ഓരോന്ന് മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സ്ഥലത്തിൽ തന്നെ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഡാറ്റയും വെക്കാൻ പറ്റും. അതായത് ഇയാൾ ആ അനിമേഷൻ ഒരു റിയൽ വേൾഡിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു, അതായത് കോഡ് വെച്ച് ഇയാളെ മൂവ് ചെയ്യുന്നതിന് പകരം ഈ അനിമേഷൻ തന്നെ തീരുമാനിക്കുകയാണ് ഈ അനിമേഷൻ പ്ലേ ചെയ്യുകയാണെങ്കിൽ എവിടേക്കാണ് ആളെത്താന്ന്. അതാണ് റൂട്ട് മോഷൻ. അതായത് അനിമേഷൻ്റെ കൂടെ മൂവ്മെൻറ്റ് ഡാറ്റയും ഉണ്ടാവും. ഇപ്പോൾ റൂട്ട് മോഷൻ വെച്ച് ഉണ്ടാക്കിയൊരു ക്യാരക്ടറാണ്. ഇതിൽ മാത്രമേ സ്ക്രിപ്റ്റുകളുള്ളൂ, പ്ലെയറിലൊന്നുമില്ല. കാരണം റൂട്ട് മോഷൻ വെച്ചാൽ കുറച്ച് പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ചൈൽഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു അനിമേറ്റർ ഉണ്ട്, പിന്നെ 3 സ്ക്രിപ്റ്റും ഉണ്ട്. ഈ പ്ലെയർ റെഫറൻസ് നോക്കണ്ട, അത് ഇവിടെ അധികം യൂസ് ആയിട്ട് വരുന്നില്ല. പിന്നെ ഉള്ളത് പ്ലെയർ മൂവ്മെൻറ്റും ഷൂട്ടിങ്ങുമാണ്. ഷൂട്ടിങ്ങും ഈ വീഡിയോയിൽ ഇപ്പോൾ പെട്ടതല്ല. ഈ പ്ലെയർ മൂവ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്ഡേറ്റിൽ 2 ഫങ്ഷൻസാണ് കോൾ ചെയ്യുന്നത് ഓരോ ഫ്രെയിമിലും. അതിൽ ഫസ്റ്റത്തത് ഹാൻഡിൽ മൂവ്മെൻറ്റും രണ്ടാമത്തത് ഹാൻഡിൽ റൊട്ടേഷനും. ഹാൻഡിൽ മൂവ്മെൻറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ കാണുന്നത് നോക്കുകയാണ് W കീ അമുക്കി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ W കീ അമുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ നോക്കിയാണ് W കീ അമുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റും അമുക്കി പിടിച്ചിട്ടുണ്ടോ എന്ന് വയ്ക്കും. അതായത് ഈ സ്ക്രിപ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും Wയും ഷിഫ്റ്റും അമുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സ്പ്രിൻറ്റിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് പ്ലെയർ അനിമേഷനിൽ വാക്കും ട്രൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റണ്ണും ട്രൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അനിമേറ്ററിലെ 2 പാരാമീറ്റേഴ്സാണ്. അതായത് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ജസ്റ്റ് റണ്ണെന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തും. ആ വാക്കും ഇവിടെ ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിലും വാക്ക് കഴിഞ്ഞിട്ട് റണ്ണിലെത്തും. അത് കൺഫ്യൂസ് ആക്കണ്ട. പ്ലെയർ ഓക്കെ, പ്ലെയർ കണ്ടോ, എൻട്രി സ്റ്റേറ്റിൽ ഇതൊരു ഐഡിയിലാണ്. പിന്നെ വാക്കും റൈഫിൾ റണ്ണിനാണ് റണ്ണെന്നും പറഞ്ഞേക്കണേ. അതിൻ്റെ കണ്ടീഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, റണ്ണ്. ഇവിടെ വാക്ക്, അതായത് ഈ ഐഡിയലിൽ നിന്നും എപ്പോഴെങ്കിലും വാക്ക് ട്രൂ ആണെങ്കിൽ വാക്കിങ്ങിലും പോവും. പിന്നെ അവിടെ നിന്ന് റണ്ണ് ട്രൂ ആണെങ്കിൽ ഈ റൺ അനിമേഷനിലും പോവും. അപ്പോൾ നമുക്കിവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇത് വരുന്നത് എപ്പോഴാണ് W അമുക്കി പിടിച്ചിട്ടുണ്ടാവണം, എന്നാൽ ഷിഫ്റ്റ് അമുക്കി പിടിച്ചിട്ടുണ്ടാവരുത്. അതായത് ഈ ഓടല്ല നടക്കണത്. അതിന് വേണ്ടി ഇവിടെ പറഞ്ഞേക്കണത് വാക്ക് ട്രൂ ആണ്, എന്നാൽ റൺ ഫോൾസ് ആണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതാണ് വരിക. ഇവിടെ ഐഡിയലായിരിക്കും എൻട്രിയിൽ നിന്ന് വാക്ക് ട്രൂ ആണ്, ഇപ്പം ഇങ്ങോട്ട് പോവും. പിന്നെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം റണ്ണ് ഫോൾസ് ആണ്. അപ്പം ഇങ്ങോട്ട് പോവില്ല, ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് തിരിച്ചും പോകാൻ പറ്റില്ല, അതിന് വാക്ക് ഫോൾസ് ആവണം. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ക്യാരക്ടറിൻ്റെ അനിമേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും W അമുക്കി പിടിച്ചാലുള്ളതാണ്. ഇനി W അമുക്കി പിടിച്ചിട്ടില്ലെങ്കിൽ വാക്കും ഫോൾസാണ്, റണ്ണും ഫോൾസാണ്. അതായത് ക്യാരക്ടറിന് ഒരിക്കലും ഈ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ വാക്ക് ട്രൂ ആവണം. ഇനി അഥവാ ക്യാരക്ടർ ഈ സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ അത് ഇങ്ങോട്ട് തിരിച്ചു വരും. കാരണം തിരിച്ചു വരാനുള്ളത് വാക്ക് ഫോൾസായാൽ മതി, അത് ഇവിടെ ആവുന്നുണ്ട്. ഇനി അഥവാ ക്യാരക്ടർ റൺ ചെയ്യുന്ന സ്റ്റേറ്റിലാണെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരും, കാരണം ആദ്യം റൺ ഫോൾസ് ആകുമ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ അതേ സമയത്ത് തന്നെ വാക്ക് ഫോൾസ് ആകുമ്പോഴും ഇങ്ങോട്ട് വരും. ഇത് ഐഡിയലാണ്, ഐഡിയൽ അനിമേഷൻ സ്റ്റേറ്റാണ് ഐഡിയൽ. അപ്പോൾ
ഈ ജസ്റ്റ് അനിമേഷൻസ് മാത്രമേ ഉള്ളൂ, ഇതിൽ വേറെ മൂവ്മെൻ്റ് ഒന്നുമില്ല. വെറും ഈ അനിമേഷൻസ് പ്ലേ ചെയ്യുമ്പോൾ തന്നെ ആ ക്യാരക്ടർ മൂവ് ചെയ്യും. അതാണ് റൂട്ട് മോഷൻ്റെ പ്രത്യേകത. പിന്നെ ഉള്ളത് ഹാൻഡിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ക്യാരക്ടറിനെ ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വേറെ ഒരു സ്ക്രിപ്റ്റിൻ്റെയും സഹായം ഇല്ലാതെ ജസ്റ്റ് ഈ അനിമേഷൻ വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ കൺട്രോളർ കിട്ടും. ഈ റൂട്ട് മോഷൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ആ അനിമേഷനും ആ മൂവ്മെൻറ്റ് സ്പീഡും ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും. ഉദാഹരണത്തിന് ഇയാൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ സ്പീഡിൽ തന്നെ ആയിരിക്കും ആളിപ്പോൾ റിയൽ വേൾഡിൽ നടക്കുകയാണെങ്കിലും. സ്പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ റൊട്ടേഷൻ ഒട്ടും റിയലിസ്റ്റിക് അല്ല, അത് നോക്കണ്ട. പക്ഷേ ഇയാളുടെ വാക്കിംഗ് അനിമേഷനും അതിൻ്റെ സ്പീഡും അതേപോലെ തന്നെ റണ്ണിങ് അനിമേഷനും അതിൻ്റെ സ്പീഡും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂവിൽ തന്നെ ആയിരിക്കും. കാരണം അത് ഓൾറെഡി അനിമേഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അനിമേഷൻ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അറിയുകയാണെങ്കിൽ ഇത് മിക്സമോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. അതിൽ നിന്നും ഇൻ പ്ലേസ് എന്നുള്ള സംഭവം അൺടിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ ഈ റൂട്ട് മോഷൻ അനിമേഷൻ നിങ്ങൾക്ക് കിട്ടും.